ഇനി നമ്മൾ രസകരമായ മറ്റൊരു കാര്യത്തിലേക്ക് പോവാണ്. അതായത് നമ്മളുടെ ഡോക്യുമെൻറ്റിന് ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ ഡോക്യുമെൻ്റ് വേറെ ആരും എഡിറ്റ് ചെയ്യാൻ പാടില്ല. എനിക്കിപ്പോൾ ഇതൊരാൾക്ക് അയച്ചു കൊടുക്കണം, പക്ഷേ അദ്ദേഹം ഇതിൽ ടച്ച് ചെയ്യാനേ പാടില്ല. എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഒന്നും പറ്റത്തില്ല. ആ രീതിയിൽ എനിക്കിതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് ഉത്തരം. എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ആദ്യം ഈ റിവ്യൂ ടാബിൽ പോയാൽ നമുക്കിവിടെ റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 3 സ്റ്റെപ്പുകളാണ് കൊടുത്തേക്കുന്നത്. ഈ 3 സ്റ്റെപ്പുകൾ വഴി നമുക്കിതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒന്ന് ഫോർമാറ്റ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഒരു വിധം. ഒന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ഫോർമാറ്റിംഗ്, ഇപ്പോൾ ബോൾഡ്, ഐറ്റലിക്സ്, കളർ മാറ്റം, ഇതുപോലുള്ള ഫോർമാറ്റിംഗ് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഫോർമാറ്റ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നമുക്കിവിടെ എക്സെപ്ഷൻസ് കൊടുക്കാം. ഇതൊക്കെ ചിലതൊക്കെ വേണം, ചിലതൊക്കെ വേണ്ട എന്ന് എന്തൊക്കെ ഫോർമാറ്റിംഗ് ആണോ വേണ്ടത് വേണ്ടാത്തത് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഓപ്ഷൻ. പക്ഷേ ഇത് നമുക്കധികം വേണ്ടി വരത്തില്ല. നമുക്ക് കൂടുതലും വേണ്ടി വരുന്ന ഈ രണ്ടാമത്തെ എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻ, അതായത് ഡോക്യുമെൻറ്റിനെ ഫുൾ പൂട്ടാൻ പോകാം നമ്മൾ. അപ്പം ഈ ഡോക്യുമെൻറ്റ് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ Ctrl+Z അടിക്കുന്നു. ഇതെനിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ആക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനിതിനെ ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നോട്ട് ചേഞ്ചസ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് എൻഫോഴ്സിങ് പ്രൊട്ടക്ഷൻ എന്ന് കൊടുക്കുമ്പോൾ എന്നോട് പറയുന്നത് പാസ്വേഡ് എൻ്റർ ചെയ്തോളാനാണ് പറയുന്നത്. ഇപ്പം ഞാനൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുവാണ്. ഓക്കെ, വീണ്ടും റീടൈപ്പ് ചെയ്യണം പാസ്വേഡ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് ഇപ്പോൾ ലോക്ക്ഡാണ്. ഇനി ഞാനിത് സെലക്ട് ചെയ്യാനോ ടൈപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഹോമിൽ വന്ന് കളറ് പേസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയാലോ അല്ലെങ്കിൽ മാറ്റാൻ നോക്കിയാലോ അല്ലെങ്കിൽ ഈ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ നോക്കിയാലോ ഒന്നും നടക്കത്തില്ല. ഇത് സേവ് ചെയ്തിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്താലും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ഇതിൻ്റെ റെസ്ട്രിക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാറ്റാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളോട് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേഞ്ചസ് വരുത്താം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് കളർക്ക് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഡോക്യുമെൻറ്റിനെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫോംസിൽ ഈ ലോക്കിങ് നല്ലതാണ്, അതെങ്ങനെ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.